മനസ്സിലാക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ 88 NDA പൂഞ്ഞാർ ഒരിടത്ത് മാറ്റങ്ങൾ കൂടി പുറത്തു വരുന്നു. പല തലങ്ങളിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. UDFന് തികച്ചും നിരാശയുണ്ടാകുന്ന ഫലം കൂടിയാണ് പുറത്തു വരുന്നതെന്ന് പറയേണ്ടി വരും. കേരളത്തിൽ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമെന്ന AK ആന്റണിയുടെ വാക്കുകൾക്ക് അനുകൂലമായ ഒരു ജനവിധി. ശരിയിൽ അഴീക്കോട് MP നികേഷ് കുമാർ 1481 വോട്ടുകൾക്ക് KM ഷാജിയേക്കാൾ മുന്നിലാണ്. ബാക്കിയെല്ലാം പതിവ് പോലെ LDF വിജയിക്കുന്ന സ്ഥലമാണ്. ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ, ആദ്യ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ കൊല്ലത്തെ ഇരവിപുരത്ത്. കൊല്ലത്തെ 11 ഇടതുപക്ഷം മുന്നേറ്റം നടത്തുന്ന സാഹചര്യത്തിൽ, കൊല്ലത്തെ ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യം വരുന്ന സാഹചര്യത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ കൊല്ലത്തെ ഇരവിപുരത്ത് ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. NDAയുടെ ഇത്തവണത്തെ കേരളത്തിലെ പ്രതീക്ഷ ഒരൊറ്റ സീറ്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ടാലി കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാസർകോട്ടും മഞ്ചേശ്വരത്തും പാലക്കാട്ടും ഉണ്ടായിരുന്ന NDAയുടെ ലീഡ് എല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. NDAയുടെ പ്രതീക്ഷ കേവലം തിരുവനന്തപുരത്തെ നേമം എന്നൊരൊറ്റ അതേപോലെ തന്നെ അഴിമതിക്കാരെ പോലെ തന്നെ വിലക്കയറ്റം സൃഷ്ടിക്കുന്നവരോട് സന്ധിയില്ല. അതേപോലെ തന്നെ സ്ത്രീകളുടെ മേൽ അക്രമം നടത്തിയിട്ടുള്ളവരോട് സന്ധിയില്ല എന്നുള്ളതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള സ്ഥിതിഗതികൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഇനിയും ആഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താത്ത വിധത്തിൽ എല്ലാവരും ശാന്തമായി പിറകോട്ട് പോയി സ്വസ്ഥമായ സ്ഥിതി സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആഫീസിന്റെ പ്രവർത്തനത്തെ മനസ്സിലായില്ല. അങ്ങേയറ്റം സന്തോഷവാനായ VS അച്യുതാനന്ദനെയാണ് കാണാനാകുന്നത്. ബേപ്പൂരിൽ VKC മുഹമ്മദ് കോയ, കുന്നമംഗലത്ത് PTA റഹീം, കൊടുവള്ളിയിൽ കാരാട്ട് റസാക്ക്, തിരുവമ്പാടിയിൽ ജോർജ് M തോമസ് എന്നിവരാണ് ലീഡ് ചെയ്യുന്നത്. ശ്രദ്ധേയമായി നോക്കേണ്ടത് കോഴിക്കോട് സൗത്തിൽ MK മുനീറിന് 835 വോട്ടുകളുടെ ലീഡ് മാത്രമേ അബ്ദുൽ വഹാബിനേക്കാൾ ഇപ്പോഴുള്ളൂ എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. കോഴിക്കോട് മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറത്ത് ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത്. എണ്ണാനുള്ളത് ഈ 60ഓളം ബൂത്തുകളിലാവും ഇനി നേരിയ വ്യത്യാസം ഉണ്ടാവുക. ഏതായാലും ഇടത് തരംഗം ആഞ്ഞടിക്കുമ്പോഴും കോട്ടയം ജില്ല UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വൈക്കത്ത് മാത്രമാണ് വ്യക്തമായ ലീഡ് നേടാൻ LDFനായിരിക്കുന്നത്. വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ തന്നെ UDF എല്ലാ മണ്ഡലങ്ങളിലും അത്യാവശ്യം ലീഡ് ഉയർത്തി തന്നെയായിരുന്നു നിന്നിരുന്നത്. ചങ്ങനാശ്ശേരി മണ്ഡലം ഇടയ്ക്ക് മാറി മറിഞ്ഞിരുന്നു, പാലായിലും അത് കണ്ടിരുന്നു. എന്നാൽ പാലായിൽ ഇനിയും എണ്ണാനുള്ളത് KM മാണിയുടെ ശക്തികേന്ദ്രം കൂടിയായ പാലാ നഗരസഭയാണ്. അങ്ങനെയെങ്കിൽ അത് അല്പം കൂടി ലീഡ് ഉയർന്ന ശേഷം ഏറ്റവും അവസാനം വരുന്നത് എരുമേലി പഞ്ചായത്താണ്. എലിക്കുളം പഞ്ചായത്താണെങ്കിൽ അത് അല്പം KM മാണിക്ക് ക്ഷീണം വരുത്തുന്ന ഒരു പഞ്ചായത്താണ്. അവസാന പഞ്ചായത്തുകൾ വരുമ്പോൾ എലിക്കുളം പഞ്ചായത്തിലേക്കാണ് വരിക. ഏതായാലും 60 ബൂത്തുകൾ ഇനിയും ബൂത്തുകളിലെ വോട്ടിംഗ് എണ്ണാനുണ്ട്. വർക്കലയിലും കഴക്കൂട്ടത്തും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ആൽവിൻ, ഞാൻ തിരിച്ചു വരാം. വർക്കലയിലും കഴക്കൂട്ടത്തും നെയ്യാറ്റിൻകരയിലും തിരുവമ്പാടിയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 5 മണ്ഡലങ്ങളിലെ വിജയവാർത്ത ഈ സമയം നൽകാൻ കഴിയും. വർക്കലയിലും കഴക്കൂട്ടത്തും തിരുവമ്പാടിയിലും നെയ്യാറ്റിൻകരയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. സനൂപ് ശശിധരനുണ്ട് എറണാകുളത്തെ ചിത്രം നൽകാൻ. സനൂപ്, എറണാകുളത്ത് ഒരുപക്ഷെ ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ M സ്വരാജും K ബാബുവും തമ്മിലുള്ള പോരാട്ടമാണ്. അവിടെ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ M സ്വരാജ് 2102 വോട്ടിന്റെ ലീഡിൽ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ജിഷ കൊലക്കേസ് വലിയ പ്രചാരണ വിഷയമായിരുന്ന പെരുമ്പാവൂരിൽ. അവിടെ സാജു പോളിനെ പിന്തള്ളി എൽദോസ് കുന്നപ്പള്ളി UDF സ്ഥാനാർത്ഥി 3906 വോട്ടിന്റെ ലീഡ് നിലനിർത്തുന്നുണ്ട്. എന്താണ് ഈ 2 മണ്ഡലങ്ങളിലെയും അവസ്ഥ? എറണാകുളത്തെ ചിത്രം എന്താണ്? ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃപ്പൂണിത്തുറ തന്നെയാണ് എന്ന് തീർത്തും പറയാം. K ബാബുവിനെതിരെ M സ്വരാജ് ഇപ്പോൾ 2100 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നതനുസരിച്ച് 2102 വോട്ടാണ് ഈ M സ്വരാജിന്റെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ലീഡ്. പെരുമ്പാവൂരിൽ